സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ മൺമണി അത് രുചിച്ച് നോക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ കൺമണി പറയുന്നുണ്ട്, ഇതിൽ ഇത്ര പ്രത്യേകതയൊന്നുമില്ല, എന്നും ഞാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെയല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. ഭക്ഷണത്തിൻ്റെ മണം സഹിക്കാൻ വയ്യാതെ കൃഷ്ണ അങ്ങോട്ട് വിശന്ന് വരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൺമണിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൺമണി എഴുന്നേൽക്കുന്നുണ്ട്. സാർ ഇങ്ങോട്ട് വരൂ, സാറിന് പുട്ടെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അല്ല കൺമണി അവിടെ ഇരുന്ന് കഴിച്ചോളൂ എന്ന് പറയാം കേട്ടോ. വേണ്ട സാർ, സാറിന് പുട്ടെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് ആ പുട്ടും അതുപോലെ തന്നെ കറിയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുക കേട്ടോ കൺമണി ചെയ്യുന്നത്. അങ്ങനെ പുട്ടിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം തന്നെ കഴിക്കാനായിട്ട് നോക്കുമ്പോൾ തൻ്റെ കൈ പൊള്ളിയത് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്ന് പറയുമ്പോഴത്തേനും കൺമണി ഓടിക്കൊണ്ട് വരുന്നു. എന്നിട്ടൊരു സ്പൂണായിട്ട് കൊടുക്കുന്നു കേട്ടോ. പക്ഷേ സ്പൂണ് പോലും കൃഷിന് പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴും കൈ നല്ല വേദന തന്നെയാണ്. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, സാറിന് ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്ന് പറയുന്നു. അങ്ങനെ കൃഷിന് വാരി കൊടുക്കുക കേട്ടോ കൺമണി ചെയ്യുന്നത്. അപ്പോഴത്തേനും കൺമണിയോടുള്ള ഇഷ്ടം കുറച്ചും കൂടി വരുന്നുണ്ട്. തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം പോലെ കൺമണി അത് ആസ്വദിച്ച് തന്നെ വാരിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുശേഷം ഗോകുലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ കൺമണി തുറന്ന് പറയാണ്. എന്താ അപ്പേ, എന്താണ് കൃഷ്ണ ഇപ്പോൾ കൂടുതൽ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. നീ ഒന്ന് പോടാ, അങ്ങനെയൊന്നുമില്ല, കൈ പൊള്ളിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായി, ഒരു കാര്യം ചെയ്യുക, അപ്പയുടെ കൈയും അങ്ങ് പൊള്ളിക്കുക, എന്നാൽ പിന്നെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കാണാമല്ലോ, നീ ഒന്ന് പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗോകുല് എന്നെ വരുൺ വിളിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഫോൺ എടുക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, വേണ്ട അപ്പേ, ആ ഫോൺ കോൾ അപ്പ എടുക്കണ്ട എന്ന് പറയുന്നു. ഇപ്പോൾ ഫോൺ എടുക്കണ്ട എന്ന് പറയാണ്. അത് വലിയ പ്രശ്നമാവില്ല മോനെ എന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും വരുൺ പറയുന്നുണ്ട്, എപ്പോഴും നോക്കിയാലും ഫോൺ ബിസിയാണ്, കൃഷ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ വിളിക്കുമ്പോൾ മാത്രം അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്ക് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മായിമാരങ്ങോട്ട് വരുന്നു. എന്താ മോനെ നീ ഇവിടെ നിൽക്കുന്നത്, ഞാൻ കൺമണിയെ വിളിച്ചപ്പോൾ അവൾ നല്ല ബിസിയാണ്, അവൾ മറ്റാർക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ഫോൺ കോൾ കണ്ട് അവൾ എടുക്കില്ലല്ലോ, ഞാൻ അകത്ത് പോയിട്ട് കൺമണിയോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ മോനെ, അവളിവിടെ ഇല്ല, അവൾ എവിടേക്ക് പോയത്, അവൾ ഒരു ഓഫീസ് ടൂറിൽ പോയിരിക്കുകയാണ് മോനെ, അതുകൊണ്ട് ഇവിടെ അവളെ കാണാനായിട്ട് പറ്റില്ല. ടൂറോ, അത് പച്ചക്കള്ളം, അവൾ ഇവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ കൃഷിൻ്റെ വീട്ടിലാണോ എന്ന് ചോദിക്കുകയാണ്. കൃഷിൻ്റെ വീട്ടിലല്ല, ഒരു 5-6 പേര്, കലികയ്ക്ക് ഇനിയും അലികയുടെ ഓഫീസ് വേറെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിരിക്കുകയാണ് ഒരു മീറ്റിങ്ങിന്, അവളിപ്പോൾ മീറ്റിങ്ങിലായിരിക്കും, അവൾ ചീഫ് ഡിസൈനർ അല്ലേ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവൾക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കണ്ടേ മോനെ എന്നൊക്കെ പറയുന്നു. നിങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ ഞാൻ അവൾക്കിട്ട് വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ അവളെ കിട്ടിക്കോട്ടെ, റൂമിൻ്റെ വെളിയിൽ ഞാൻ വിടില്ല, അവൾക്കുള്ള ശിക്ഷയെല്ലാം തന്നെ ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അമ്മായിമാർക്ക് ഇവൻ്റെ സ്വഭാവം കണ്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. ഇല്ല മോനെ, അവൾ വരും, മോൻ ചെല്ലെന്ന് പറയുന്നു. അങ്ങനെ പോകുമ്പോഴത്തേനും അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, കൺമണി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൺമണി കൃഷ്ണാറിൻ്റെ വീട്ടിലാണ്, ഇപ്പോൾ കൃപയെ നോക്കാൻ അവിടെയാണ് നിൽക്കാറെന്ന് പറയുന്നു. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ, കൃഷിൻ്റെ വീട്ടിലാണല്ലേ അവൾ, അല്ല മോനെ, കൃഷിൻ്റെ വീട്ടിലും പോകണം, അവൾ ടൂറിലുമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു. പക്ഷേ വരുണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ പിന്നെ ദേവജിയെ കാണിക്കുന്നുണ്ട്. വിദ്യയാണെങ്കിൽ ഒരു ഡിസൈൻ കൊണ്ടുവരുന്നുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വിദ്യയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ദേവജി. ആ സമയത്തിന് കൺമണി വിളിക്കുന്നുണ്ട്, നമ്മുടെ ഡിസൈനിൻ്റെ കാര്യം എന്തായി, അത് നല്ലതായിരിക്കുമല്ലേ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. വിദ്യയുടെ മുന്നിൽ വെച്ച് ഒരുപാട് സംസാരിക്കാൻ ദേവജി നിൽക്കുന്നില്ല. വിദ്യയ്ക്ക് കാര്യം മനസ്സിലായി, എന്തൊരു ഡിസൈനിൻ്റെ കാര്യമാണെന്ന് ചോദിക്കുമ്പോഴത്തേനും ദേവജി പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്ക്, വേഗം ഡിസൈൻ ശരിയാക്കി കൊണ്ടുപോകാം എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ബലരാമനെ വിളിച്ച് തന്നെ വിദ്യ ഡിസൈനിൻ്റെ കാര്യമാണ് ദേവജിയും കൺമണിയും കൂടി സംസാരിച്ചതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രോജക്റ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം തന്നെ ബലരാമൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. മനോജിനെ ഇപ്പോൾ അവിടുത്തെ ഒരു സെർവൻ്റായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റിൽ പോയി പച്ചക്കറിയും ഫിഷൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബലരാമൻ്റെ അമ്മ എല്ലാ ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ക്ലീറ്റസിനെ വിടുന്നുണ്ട്. ആ സമയം തന്നെയാണ് ബലരാമൻ്റെ അനിയത്തി പറയുന്നുണ്ട്, എന്താ മനോജ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, മാനാഭിമാനം ഉണ്ടെങ്കിൽ തനിക്ക് ഇവിടെ നിൽക്കേണ്ട യാതൊരു തര കാര്യമില്ല, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇത് അവരുടെ മുഖത്ത് വലിച്ചു കയറിയിട്ടിട്ട് തനിക്ക് ഇറങ്ങി പൊയ്ക്കൂടെ എന്ന് പറയുന്നു.
അങ്ങനെ എനിക്ക് ഇറങ്ങിപ്പോവാനായിട്ട് സാധിക്കില്ല. നിങ്ങളൊരു നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റില്ല. ഞാൻ എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ ഇങ്ങോട്ട് എത്തിക്കണ വരെ എനിക്ക് ഇവിടുന്ന് വിട്ടു പോകാനും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ കൺമണിയോട് ഇങ്ങനെ ക്രൂരത കാണിക്കില്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ വീണ്ടും അമ്മ വന്നിട്ട് ക്ലീറ്റസിൻ്റെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മനോജ് വേഗം പോയി വാങ്ങിയിട്ട് വരുമെന്ന് പറയുന്നു. എന്താ അമ്മ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ബലരാമൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ മനോജ് അവിടെ നിൽക്ക്, എന്താ കൺമണിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയൊന്നും ആയില്ലല്ലോ. കൺമണി ഇപ്പോൾ അലിയിലല്ലേ, കൃഷ്ണൻ്റെ വീട്ടിലാണല്ലേ, അവർ രണ്ടുപേരും എന്താ അവിടെ നിൽക്കുന്നതെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ മനോജ് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി സാറ് വിചാരിച്ച പോലെയൊന്നുമല്ല, അവൾ നല്ല കുട്ടിയാണ്, അവളുടെ അഭിമാനം വിട്ട് ഒരിക്കലും കളിക്കില്ല, അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നാലാണ് മനോജിന് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും അനീതിയായ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അവൾ നല്ല കുട്ടിയല്ലേ, എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് അവൾ ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ മനോജ് അപ്പയ്ക്കിനും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അനിയത്തിയും അതുപോലെ ബലരാമനോട് സംസാരിക്കുന്നുണ്ട്. ഏട്ടനും അമ്മയും കാണിക്കുന്ന വളരെയധികം ക്രൂരതയുള്ള കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്, കാരണം അവൾ അഭിമാനമുള്ള കുട്ടിയാണ് കൺമണി, കേട്ടിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ വലിയൊരു ഡിസൈനറാണ്, അവളുടെ പുറകെ പോകേണ്ട യാതൊരു കാര്യം നിങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് മോളെന്ന് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് വിടുന്നു. പിന്നെ അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ കൺമണിയാണെങ്കിൽ കൃഷ്ണൻ്റെ വീട്ടിലാണ്, ആ കുടുംബത്തിലെ എല്ലാവരെയും കൺമണി ഉൾപ്പെടെ എല്ലാവരെയും നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വേണം എന്ന് പറയുന്നു. ബലരാമൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കൃഷിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം തന്നെ ലക്ഷ്മി കേൾക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ അവൾക്ക് പേടിയാവുന്നുണ്ട്, ഇനി ഇവർ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് കൃഷിനെയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയാണ് കാണിക്കുന്നത്. കൃഷാണെങ്കിലോ കൈ പൊള്ളിയത് കാരണം വേദനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓയിൽമെൻറ്റുമായിട്ട് കൺമണി കൃഷിൻ്റെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, സർ കൈയൊന്ന് നീട്ടിക്ക്, ഞാൻ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓയിൽമെൻറ്റാണ്, ഇത് തേച്ചാൽ പെട്ടെന്ന് തന്നെ മാറുമെന്ന് പറയുന്നു. അങ്ങനെ കൈ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുന്നുണ്ട് കൺമണി. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, കൺമണി താങ്ക്സ് എന്ന് പറയുന്നു. എന്തായാലും കൺമണി ചെയ്ത ഉപകാരത്തിനൊക്കെ നന്ദി, പിന്നെ രാവിലത്തെ ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ, അതിനും താങ്ക്സ് പറയുന്നു. പിന്നെ രാവിലെ നടന്ന കാര്യം കൺമണി കാര്യമാക്കണ്ട, കാരണം ഞാൻ മനഃപൂർവ്വമല്ല കൺമണിയെ കട്ടിലേക്ക് വലിച്ചിട്ടത്, അത് ഞാൻ ഉറക്കത്തിൽ പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി സർ അങ്ങനെ മനഃപൂർവ്വമൊന്നും ഒരു കാര്യങ്ങളും ചെയ്യില്ലല്ലോ, സാറിനൊരു അബദ്ധം പറ്റിയതാണെന്നുള്ളത് അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ് കൺമണിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺമണിയോടുള്ള പ്രണയം കൃഷ്ണന് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. കൺമണിയെ ആർക്കും തന്നെ വിട്ടുകൊടുക്കാൻ കൃഷ്ണന് ഇനി താല്പര്യമില്ല. സ്വന്തം ഭാര്യയായിട്ട് തന്നെ കൂടെ കൂട്ടാനാണ് കൃഷ്ണന് ഇപ്പോൾ താല്പര്യം. കൺമണിക്കാണെങ്കിലും ഭർത്താവ് എന്ന രൂപത്തിൽ തന്നെയാണ് കൃഷ്ണനോട് ഇപ്പോൾ ഇഷ്ടം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് അന്നത് നല്ല എപ്പിസോഡ് കഴിയുന്നത്.